ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പൂജ അരുണിമയും കൊണ്ടുവരികയാണ് കേട്ടോ. അഞ്ജനയും കൊണ്ടുവരികയാണ് കേട്ടോ അരുണിമയുടെ വീട്ടിലോട്ട്. ഈ സമയം നന്ദഗോപൻ ഒന്ന് ഞെട്ടുന്നുണ്ട്. കാരണം ഇവിടെ അച്ചമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയിൽ നിന്നും അഞ്ജനയ്ക്ക് വലിയ വേദനകൾ സഹിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അവിടെ ഇങ്ങനെ നന്ദഗോപൻ ഞെട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയം പൂജമോളെ, നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ, അഞ്ജനാമ്മയുടെ ജീവിതം വലിയ പ്രശ്നത്തിലാണ്. അഞ്ജനാമ്മയെ ഞങ്ങളൊരു പ്രതിസന്ധിയിൽ നിന്നും ഒരു അപകടത്തിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവരികയാണ് എന്ന് പറയുമ്പോൾ, അവിടെ എന്നാലും മോളെ എന്ന് പറയുമ്പോൾ അഞ്ജന പറയാണ്, ഇതാണ് മോളെ ഞാൻ പറയുന്നത്, ഇവിടെ എല്ലാവർക്കും ഞാനൊരു ഭാരമാവും, അതുകൊണ്ടാണ് ഞാൻ വരുന്നില്ല എന്ന് പറയുന്നത്. അപ്പോഴേക്കും നന്ദഗോപൻ പറയാണ്, അങ്ങനെയൊന്നും കരുതണ്ട, ഞാൻ അത് കരുതി പറഞ്ഞതല്ല, അരുണിമയുടെ അമ്മ ഇവിടെയുണ്ട്, അതുകൊണ്ട് തന്നെ ഇനിയൊരു പ്രശ്നം അഞ്ജനയ്ക്ക് വേണ്ടെന്ന് കരുതിയിട്ടാണ്, അല്ലാതെ ഞങ്ങൾക്ക് ആർക്കും നീ വന്നതിൽ വിഷമമൊന്നുമില്ല എന്ന് പറയാനിട്ടോ. എന്നാൽ ഈ സമയം അഞ്ജന അവിടെ വീണ്ടും പറയാണ്, ഞാൻ പോകുന്നു, ഞാനിവിടെ നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ മധു പറയാണ്, എൻ്റെ ഏട്ടത്തിക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് നിങ്ങളോട് തീരാത്ത പകയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയില്ല. നിങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് അറിഞ്ഞോ അറിയാതെ ഈ നിൽക്കുന്ന നന്ദേട്ടൻ ഒരു കാരണക്കാരനാവുകയും പിന്നീട് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ഒരു നരകതുല്യമായതിലും ഞങ്ങൾക്ക് വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കിക്കോളാം, നിങ്ങൾ സങ്കടപ്പെടേണ്ട എന്ന് മധുവിൽ നിന്നും കിട്ടുമ്പോൾ അത് ഒരു സമാധാനമാവുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം നന്ദഗോപന് നന്ന പേടിയുണ്ട്. അങ്ങനെ എൻ്റെ അച്ഛമ്മ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കും എന്ന ആ ഒരു ഇതോട് കൂടിയിട്ട് എന്ത് ചെയ്യും, അകത്തോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഒരുങ്ങുമ്പോൾ അവിടെ പൂജ വാ അമ്മേ എന്ന് പറഞ്ഞ് വിളിച്ച് കൂട്ടിക്കൊണ്ടുവരാനായിട്ടാ. ആ സമയമായിരിക്കും ദേഷ്യപ്പെട്ടും കൊണ്ട് അച്ഛമ്മ, നിൽക്കടി അവിടെ, നിൽക്കവിടെ, നീ എങ്ങോട്ടടി കയറി വരുന്നത്, എടി പിഴച്ചവളെ നീ എങ്ങോട്ട് വരുന്നു എന്നുള്ള അച്ഛമ്മയുടെ ആ വായിൽ തോന്നിയ വാക്കുകൾ കേൾക്കുമ്പോൾ അഞ്ജനയുടെ നെഞ്ച് പൊടിയാണ് കേട്ടോ. അറിഞ്ഞോ അറിയാതെയോ നന്ദഗോപനെ സ്നേഹിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഒരിക്കലും നന്ദഗോപൻ ഈ ജീവിതം തകർക്കണം, അരുണിമയുടെ ജീവിതം എടുക്കണം എന്ന ഒരു ചിന്താഗതിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഈ സമയം അഞ്ജന, അമ്മേ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, ഇനി എന്താടി പറയാൻ പോകുന്നത് എനിക്ക് നന്നായി അറിയാം, എൻ്റെ ഈ നിൽക്കുന്ന അരുണിമ എന്ന് പറയുമ്പോഴേക്കും അരുണിമ ഓടി വരികയാണ്. അമ്മേ, നമ്മൾ ആർക്കും ഒരു വിഷമം ഉണ്ടാക്കരുത്, അമ്മ ഒന്ന് ഒതുങ്ങിയിരിക്കാമെന്നും അമ്മയൊന്നും മിണ്ടാതിരിക്കുക, നീ അങ്ങനെ പറയുള്ളൂ, നീ ഇനി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ, എന്നാൽ ഈ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ നിൻ്റെ ജീവിതം നരകതുല്യമാക്കാൻ സമ്മതിക്കില്ല. ഇവളുടെ ആങ്ങള ഒത്തിരി കഷ്ടപ്പെടുത്തി എൻ്റെ കുഞ്ഞിനെ അവളെ അമ്മയും അച്ഛനും ഭർത്താവും ആരുമില്ലാതെ തനിയെ ജീവിക്കേണ്ട ആ ഒരു മാനസികാവസ്ഥ എൻ്റെ കുഞ്ഞിന് വന്നു. അതിന് കാരണക്കാരി ഇവളുടെ ആങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇവളെ ഇവിടെ കയറ്റാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് അഞ്ജനയെ അങ്ങ് വലിച്ചഴച്ച് അങ്ങ് ഒറ്റ തള്ളങ്ങ് തള്ളുമ്പോൾ അഞ്ജന ചെന്ന് തറയിൽ വീഴാൻ കേട്ടോ. അത് കാണുന്ന പൂജയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അച്ഛമ്മേ, ഇതെൻ്റെ വീടാണ്, എൻ്റെ വീട്ടിലോട്ട് അഞ്ജനാമ്മയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിർത്തുക തന്നെ ചെയ്യും. ഇതിന് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. ഈ സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിലാണ് എൻ്റെ അച്ഛൻ എഴുതി തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞാനാണ് ഇത് തീരുമാനിക്കുന്നത്. ആഹാ, അപ്പോൾ നീ ഇപ്പോൾ കാര്യങ്ങൾ പറയൽ തുടങ്ങി, അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കരുത് എന്നാണല്ലേ നീ പറയുന്നത്? അങ്ങനെ അച്ഛമ്മേ, ഞാൻ പറഞ്ഞില്ല എന്ന് പറയുമ്പോഴേക്കും എനിക്കെല്ലാം മനസ്സിലായി, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോയാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവുമെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറയുന്നേട്ടാ. അങ്ങനെ അച്ഛമ്മ അവിടെ നിന്നും പൂജയുടെ വാക്കുകൾ കേട്ട് പിണങ്ങി ഇറങ്ങുമ്പോൾ അവിടെ നന്ദഗോപന് സങ്കടമാവാണ്. നന്ദഗോപൻ പറയാണ്, മോളെ നീ എന്തിനാണ് ഇങ്ങനെ, വേണ്ടായിരുന്നു, നീ അമ്മയെ പിണക്കണ്ടായിരുന്നു. അപ്പോഴേക്കും അഞ്ജന പറയാണ്, ശരിയാണ്, പിണക്കണ്ടായിരുന്നു, വേണ്ടായിരുന്നു എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എങ്കിലും കൂടി ഈ ഒരു വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിനൊരു യാതൊരു വിലയും പൂജ കൊടുക്കില്ല. അഞ്ജനാമ്മ എവിടെയാണ് താമസിക്കേണ്ടത്. അപ്പം അത് പറയാണ്, ഞാനും എൻ്റെ ചേച്ചിയുടെ ജീവിതം തകരുമെന്ന് പറഞ്ഞിട്ട് ഇവരെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ എനിക്ക് അതിൽ കുറ്റബോധമുണ്ട്, അതുകൊണ്ട് തന്നെ അഞ്ജന ഇവരിവിടെ നിൽക്കട്ടെ എന്നാണ് എൻ്റെയും അഭിപ്രായം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ അഞ്ജനയെ അവിടെ ആക്കി ഇറങ്ങാണ്. എന്നാൽ ഈ സമയം ഷാനവാസ് ആണെങ്കിലോ ഇങ്ങനെ അർജുന് ഫോൺ വിളിക്കുകയാണ്. അർജുന് വിളിച്ചിട്ട് പറയാണ്, അർജുൻ, നിന്നെ ജയിലിലാക്കിയ അവൻ്റെ കിട്ടിയിട്ടുണ്ട്, എല്ലാത്തിനും ആ ഗുണ്ടകൾ നിന്നെയും സ്വാതിയെ ഒരുമിച്ച് ചേർത്ത് ഫോട്ടോ എടുത്തില്ലേ, അവനെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആരാണ് അവൻ എന്ന് പറയുമ്പോൾ നീ അറിയും, ഷാജിയാണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ
ഷാജിയോ എന്ന് ചോദിക്കുമ്പോൾ ആ ഷാജിയാണ് അവനെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, എന്തായാലും അവൻ ഇവിടെ ഉണ്ട് എന്ന് പറയാണ്. അങ്ങനെ ഈ സമയം കാണാൻ വേണ്ടിയിട്ട് അർജുനോട് എത്താൻ വേണ്ടി പറയാണ്. അങ്ങനെ അർജുൻ ഓടി വരികയാണ്. അർജുൻ ഓടി വരുമ്പോൾ അർജുനെ ഏതിന് സഹായിച്ചിരുന്ന സെല്ലിൽ സഹായിച്ചിരുന്ന ആ ഗുണ്ടയുണ്ടല്ലോ, ആ ഗുണ്ടയും ഒരുമിച്ച് ചേരുകയാണ്. അപ്പോൾ ഈ സമയം അർജുൻ അവനോട് ചോദിക്കുകയാണ്, നീ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ ഈ ഒരു ഫോട്ടോയും ഈ ഒരു ഇതൊക്കെ എടുത്തത്, നീ ആരാണ് ഇതിൻ്റെ പിറകിൽ പറഞ്ഞയച്ചതെന്ന് പറയുമ്പോൾ, ഞങ്ങളെ ഒരു കൊട്ടേഷനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഉറ്റുകൊടുക്കലല്ല ഞങ്ങളുടെ പണി, ആ പണി നേരാവണ്ണം ചെയ്യുക എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് പറയണമെന്നറിയാതെ ആകെ ഉത്തരം മുട്ടി ാണ് കേട്ടോ അർജുൻ. അപ്പോൾ ഈ സമയം ഷാനവാസ്, നീ ആരോടാണ് ഈ മറുപടി പറയുന്നത്, നീ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് നിനക്കറിയോ എന്ന് ചോദിക്കുമ്പോൾ, എന്തായാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുമ്പോഴായിരിക്കും അർജുന് താങ്ങും തണലുമായി നിന്നിരുന്ന ആ ഗുണ്ട മുന്നിലോട്ട് വരുന്നത് കേട്ടോ. ആ ഗുണ്ടയെ കാണുമ്പോൾ ചെറുതായി ഒന്ന് ഷാജി പേടിക്കുന്നുണ്ട്, ഈ ഗുണ്ട പേടിക്കുന്നുണ്ട്. എന്നിട്ട് അർജുൻ പറയാണ്, നിന്നെ കൊണ്ട് തത്ത പറയുന്നത് പോലെ പറയിപ്പിക്കാൻ ഞങ്ങൾക്ക് നന്നായി അറിയാം, അതുകൊണ്ട് തന്നെ നീ ഇവനെ വേണ്ട വിധത്തിൽ, ഇവൻ ചാവാത്ത വിധത്തിൽ ഇവനോട് ആരാ പറഞ്ഞിട്ടാണ് എന്നെയും സ്വാതിയെയും മനഃപൂർവ്വം അവളെ ഞാൻ കീഴ്പ്പെടുത്തി എന്ന തരത്തിലുള്ള ആ വീഡിയോ എടുക്കാൻ ആരാണ് ഇവനെ പ്രേരിപ്പിച്ചത് എന്ന് പറയുമ്പോൾ അവിടെ ഗുണ്ട അർജുനോട് പറയും, ഞാൻ ചെയ്തോളാം, എൻ്റെ അർജുൻ സാർ ഈ സെല്ലിൽ വന്ന് എൻ്റെ ഒപ്പം ഇരുന്ന് ഒരുപാട് വിഷമങ്ങൾ നേരിട്ടിട്ടുണ്ട്, ആ വിഷമങ്ങൾക്ക് അറുതി ഞാൻ നൽകും എന്ന് പറയുന്നേട്ടോ. അങ്ങനെ ഇനി ആരാണ് പിറകിലെന്ന് പുറത്തു വരാൻ കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും അരവിന്ദൻ ആ സത്യം പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ ശരിക്കും അഞ്ജനയുടെ ഭർത്താവ് അവരാണ് ഇതിൻ്റെയൊക്കെ ബാക്കിൽ, അത് കിടക്കുന്നേ ഉള്ളൂ ഒരാളെ വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ, ആൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. എന്നാൽ ഈ സമയം മല്ലികയാണെങ്കിലോ ഇനി അവൾ എന്ത് ആ റൂമിൽ കൊണ്ടുവെക്കുന്നു, ആ ചെടിച്ചട്ടിയിൽ നിന്നും എന്തെല്ലാം പേപ്പേഴ്സുകളാണ് അവൾ എടുത്തത്, അതെവിടെയാണ് കൊണ്ടുവെക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ വസന്തൻ മല്ലികയോട് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രിയയെ ഫോളോ ചെയ്യാണ്. എന്നാൽ ഈ സമയം പ്രിയ തൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ വെച്ചത് അത് സേഫായി തന്നെ അരക്കെട്ടിലുണ്ടോ എന്ന് നോക്കുന്നു. എന്നിട്ട് പതുക്കെ തൻ്റെ റൂമിലോട്ട് കയറുന്നു. എന്നിട്ട് ആരും കാണാതിരിക്കാൻ ആ മധു ആൻറ്റിയെ വിശ്വസിക്കാൻ പറ്റില്ല. ബെഡിനടിയിലും അവിടെ ഇവിടെയൊക്കെ അവർ തിരയും, അവരെൻ്റെ പിറകിലുണ്ട്. അപ്പോൾ മധു ആൻറ്റി കാണാതിരിക്കുക ഏറ്റവും നല്ല ഒരു ഇത്, ഇവിടെ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും വെക്കാം, അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് അവിടെ വെക്കുന്നു കേട്ടോ. പക്ഷേ അത് മല്ലിക കാണും. അതുകൊണ്ട് തന്നെ പിടിക്കപ്പെടാൻ പോവുകയാണ്. ഓരോ തെളിവുകളായി പതിയെ ഇങ്ങനെ വസന്തൻ ശേഖരിക്കും. എന്നിട്ട് അത് കിരണിൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കും. എന്നാൽ വീട്ടിൽ വന്ന അച്ചമ്മ കരയുന്നത് കാണുമ്പോൾ മക്കൾക്കെല്ലാവർക്കും ഞാനൊരു ഭാരമായി എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ കരയുമ്പോൾ അത് കണ്ടിട്ട് മാതിരി ചോദിക്കും, എന്താ എന്ന് ചോദിക്കുമ്പോൾ അവിടെ പറയാണ്, എൻ്റെ പേരക്കുട്ടിയായ പൂജ എന്നെ ആ വീട്ടിൽ നിന്നും ആട്ടിയിറക്കി എന്നുള്ള വാക്കുകളായിരിക്കൂട്ടാ. അപ്പോൾ ഇത് കേൾക്കുന്ന മാതിരി പറയാം, നമുക്ക് തോന്നിയതായിരിക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും അച്ചമ്മക്ക് സമാധാനമാവില്ല. പക്ഷെ പൂജ വന്ന് അത് സമാധാനപ്പെടുത്തും. പക്ഷേ ഇപ്പുറത്താണെങ്കിലും ഷാനവാസ് ചോദ്യം ചെയ്യൽ തുടങ്ങി, മര്യാദക്ക് നീ മറുപടി പറയടാ, ആരാണ് നിൻ്റെ പിറകിൽ എന്നുള്ളതുള്ള ചോദ്യം ചെയ്യൽ തുടങ്ങുമ്പോൾ ആ ഗുണ്ട എന്നെ ഒരാൾ വഴിയാണ് ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് കമ്മീഷണറുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന പ്രിയയും ഒക്കെ കണ്ടില്ലേ, ആ ഒരാളുടെ പേര് പറയൂ കേട്ടോ.